ഓക്കെ, നമ്മളിവിടെ ഒരു ആർഗ്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ പറയുന്നത് ഈ റിയാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഏത്തിയസ്റ്റുമായിട്ട് സംസാരിച്ച സമയത്ത് അവന് ഉറപ്പില്ല, പല വിഷയങ്ങളും ഉറപ്പില്ല. അതായത് അവൻ്റെ സ്വന്തം അവൻ്റെ ഫാദറാണെന്ന വിഷയത്തിന് ഉറപ്പില്ല. ഒരു 100% ഒരു 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 കൺഫർമേഷനും ഈ സ്കെപ്റ്റിക്കായിട്ടുള്ള അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവരെന്ത് ചെയ്യുന്നത്, സംശയത്തോടു കൂടി നോക്കുന്നു. പക്ഷെ അവരെക്കുറിച്ചോ അവരോടോ അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പ്രപഞ്ചം അത് റിയലാണ്, നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പണിക്ക് പോകുന്നുണ്ട്, നമ്മളെ ഉമ്മാനും ഉപ്പാനും നോക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഇതെല്ലാം റിയലാണ്, ഒരു മാജിക് അല്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഇലൂഷൻ അല്ല. അപ്പോൾ അങ്ങനെ ഒരു റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഈ ഒരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ നമ്മളെല്ലാവരും റിയൽ ലൈഫിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൻ്റെ ആർഗ്യുമെൻ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ദൈവം ഉണ്ട് എന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എവിഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക, നമ്മളെല്ലാം റിയൽ ആണ്, ഇതിൽ ട്രൂത്ത് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രം നമ്മൾ ഈ ആർഗ്യുമെന്റ് പറയുന്നുള്ളൂ. ഓക്കെ, അവർ മാത്രം ഈ ആർഗ്യുമെന്റ് കേട്ടാൽ മതി. സംശയാലുക്കളായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സംശയം ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് ഉറപ്പിക്ക്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നതിൽ ഉറപ്പിച്ചിട്ട് ഇത് കേട്ടാൽ മതി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, അതായത് ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സിസ്റ്റൻസിന് ഒരു 3 റീസണേ ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് എന്നെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ എനിക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സിന് ഒരു ബിഗിനിങ് ഉണ്ട്. ഈ ബിഗിനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് അറിയുമോ? അതിനർത്ഥം ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു മീറ്റിംഗ് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ ബിഗിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരുന്നത് 10 മണിക്ക് മുമ്പ് മീറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു ബിഗിനിങ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ എന്ത് പറയാം, ബിഗ് ബാങ് തിയറി, നമ്മൾ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ അത് കൺഫേം ചെയ്ത കാര്യമാണ്. യൂണിവേഴ്സിന് ഒരു വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ബാക്കോട്ട് പോകുന്ന സമയത്ത് ബിഗിനിങ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിന് ആ ഒരു ബിഗിനിങ്ങിന് ശേഷമാണ് യൂണിവേഴ്സ് ഉണ്ടായത്, ടൈം വരെ ഉണ്ടായത് ഒരു ബിഗിനിങ്, ആ തുടക്കത്തിന് ശേഷം ഒരു ട്രമൻഡസ് എക്സ്പ്ലോഷൻ എന്നാണ് നമ്മളതിനെ കുറിച്ച് പറയാറുള്ളത്. ഇതിന് യൂണിവേഴ്സ് ബിഗാൻ ചെയ്തത് ഒരു ട്രമൻഡസ് എക്സ്പ്ലോഷനിലൂടെയാണ് 13.8 ബില്യൺ ഇയേഴ്സ് അഗോ എന്ന് നമ്മൾ നാസയുടെ വെബ്സൈറ്റ് നോക്കുക, നമുക്ക് കാണാൻ സാധിക്കും. ബിഗാൻ ഇൻ ടു എക്സിസ്റ്റൻസ് എന്നോട് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എക്സിസ്റ്റൻസ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, എക്സിസ്റ്റൻസിലേക്ക് വന്നൊരവസ്ഥ. അപ്പോൾ എക്സിസ്റ്റൻസിലേക്ക് വന്നതാണ് നമ്മൾ ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബിഗിനിങ്, ഇപ്പോൾ എനിക്കൊരു ബിഗിനിങ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ബിഗിനിങ് ഉണ്ട്. അപ്പോൾ ഈ ബിഗിനിങ് ഉള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം 2-3 ചോയ്സ് അവിടെ ഉള്ളൂ അതിൻ്റെ എക്സിസ്റ്റൻസിന് കാരണമായിട്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, 0 എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് 0 എന്ന അവസ്ഥയിൽ നിന്ന് പോസിബിൾ ആണോ? അതായത് നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല, പോസിബിൾ അല്ല. അതിൽ ഇത് സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. അതിൽ വലിയ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ വിഷയത്തിൽ തർക്കിക്കുന്ന എത്തിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്. എന്നാലും തർക്കിക്കേണ്ട ആവശ്യമില്ല, നമ്മളതിന് പോലെ തർക്കി സമയം കളയണമില്ല. ഓക്കെ, വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന് നമ്മളുടെ 0 എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്ന് 1 എന്ന വാല്യൂ ഉണ്ടാവില്ല. മാത്തമാറ്റിക്കലി വളരെ സിമ്പിളാണ്. 0 + 0 + 0 എത്ര 0 കൂട്ടിയാലും 0 എന്നതിന് ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, അതായത് 0 × n നമ്പേഴ്സ് ഓഫ് 0, n ടൈംസ് നമ്മൾ 0 കൂട്ടിയാലും, ഇനിയിപ്പോൾ 0 × ഇൻഫിനിറ്റി ആയാലും 0 ഉത്തരം കിട്ടുക. അപ്പോൾ 0 എന്ന് പറയുന്നത് എത്ര തവണ കൂട്ടിയാലും അവിടെ 1 എന്ന വാല്യൂ വരില്ല. അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്. ഓക്കെ, അത് നമ്മളുടെ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കുക ആ ഒരു പോയിന്റ്. പിന്നെ നമ്മുടെ എക്സിസ്റ്റൻസിന് രണ്ടാമത്തെ റീസൺ വരാൻ എന്ത് റീസൺ രണ്ടാമത് വരാൻ ഒരു സാധ്യതയുള്ളത്, ഒന്നുമില്ലായ്മ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ കൺഫേം, അത് നമുക്ക് മനസ്സിലായി, വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. അത് വലിയ ആർഗ്യുമെന്റ്സ്, വലിയ ചർച്ച വെക്കേണ്ട ആവശ്യമില്ല, വിട്ടേക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ തന്നെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ യൂണിവേഴ്സിനെ തന്നെ യൂണിവേഴ്സ് തുടക്കം കുറിച്ചു. ഇപ്പോൾ യൂണിവേഴ്സ് ബിഗിൻ ചെയ്തു 13.8 ബില്യൺ ഇയേഴ്സ് അഗോ. അപ്പോൾ യൂണിവേഴ്സിനെ ഉണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞാൽ അത് അടുത്ത വിട്ടിത്താണ്. കാരണം എന്താ? കാരണം ഇപ്പോൾ ഞാൻ പറയണേ, എൻ്റെ പെന്നിനെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പെന്നിനെ മാനുഫാക്ചർ ചെയ്തു എന്ന് പറഞ്ഞാൽ
ഒരേ സമയത്ത് എൻ്റെ പെന്ന് ഉണ്ടാവുകയും അതേ സമയത്ത് എൻ്റെ പെന്ന് ഉണ്ടാവാതിരിക്കുകയും വേണം. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ഒരേ സമയത്ത് വരണം. എന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ, ഈ പറഞ്ഞ ഈ ഒരു സംഭവം, അതായത് ഈ പേന തന്നെ പേനയെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ഫോൺ തന്നെ ഫോണെ ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ പോസിബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ അത് ഒരു 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 കോൺട്രഡിക്ഷനാണ്. അങ്ങനെ ഉണ്ടാവില്ല. ഒരേ സമയത്ത് ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുകയും അതേ സമയത്ത് അത് നോൺ എക്സിസ്റ്റ് ചെയ്യുകയും എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മളത് തള്ളിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് തന്നെ എന്നെ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളാണോ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയ എന്താ, ഒന്നുമില്ലായ്മൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. 0 എത്ര വട്ടം കൂട്ടിലും ഉത്തരം 0 ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായത് എന്താ, നമുക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് പിന്നെ ഉള്ളത് എന്താ, വേറൊരാൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആലോചിക്കാനുള്ളത്, വേറൊരാൾ ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയെന്നുള്ള ചോദ്യമുണ്ട്. ഹലോ, ഇപ്പം ഞാനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? അല്ല. കാരണം എന്താ, എനിക്കതിൻ്റെ പവറില്ല. പ്രപഞ്ചം എപ്പോഴും ഉള്ളതാ, അല്ലേ? അപ്പം ഈ പ്രപഞ്ചം ഉണ്ടാക്കണമെങ്കിൽ പ്രപഞ്ചം ബിഗിൻ ചെയ്യുന്ന മുമ്പ് തന്നെ ഒരാളുണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും ലോജിക്കൽ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഞാനാണോ ഒരു എന്തെങ്കിലും കാറ് ഞാൻ നിർമ്മിച്ചാണോ, ആ കാറ് നിർമ്മിച്ച ഇയറിൽ ഞാൻ ഉണ്ടാവലും വേണം അറ്റ്ലീസ്റ്റ്. പിന്നെ അത് മാത്രം പോരാ, എനിക്കതിൻ്റെ ആട്രിബ്യൂട്ട്സ് വേണം, എനിക്കത് ഉണ്ടാക്കാനുള്ള നോളേജ് വേണം, എനിക്കതിനുള്ള അതോറിറ്റി വേണം, എനിക്കതിന് വേണ്ടിയിട്ടുള്ള പവർ വേണം, എനിക്കതിനുള്ള വില്ലുണ്ടായിരിക്കണം, എനിക്കതിനുള്ള റിസോഴ്സസ് ആവശ്യമുണ്ടായിരിക്കണം, എനിക്കതിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടായാലേ ഉള്ളൂ ഞാനത് ഉണ്ടാക്കി എന്നതിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് ഒന്നുമില്ലാത്ത വസ്തു ഉണ്ടാവില്ല. അതേപോലെ യൂണിവേഴ്സിനെ തന്നെ ഉണ്ടാക്കാനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് കഴിവുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, വില്ലുള്ള, അതിനനുസരിച്ച് കഴിവുള്ള ഒരാൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാദം. അത് തന്നെയാണ് അതിന് ആൻസർ. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഈ ആർഗ്യുമെൻറ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കോൺഷ്യസ്നെസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞൊരു അവസ്ഥ, ലൈഫ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ജീവൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽസിന്, ഇപ്പോൾ നമ്മളെ കെമിക്കൽസ് ഉണ്ടല്ലോ, ഈ ഒന്നാമത്തെ പ്രമേസ് എന്ന് പറയുന്നത് കെമിക്കൽസ് അല്ലെങ്കിൽ ആസ് ഇൻഡിവിജ്വൽ കമ്പോണൻസിനൊന്നും എന്തില്ല, ഈ കോൺഷ്യസ്നെസ് ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രമേസ്. ഓക്കെ, രണ്ടാമത്തെ പ്രമേസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പം നമ്മളെ കൺസിഡർ ചെയ്യാം, ഹ്യൂമൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം കെമിക്കൽസിന് കോൺഷ്യസ്നെസ് ഇല്ല, ബോധം എന്ന അവസ്ഥയില്ല. ബോധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് അത് പെരുമാറുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അതാണ് ബോധം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വരണമെന്ന് പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യാല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബോധം എന്താണെന്നൊക്കെ അറിയാം, വളരെ സിമ്പിളായിട്ടുള്ള സംഭവം തന്നെയാണ്. ബോധം എന്തിനില്ല, ഈ കെമിക്കൽസിനില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു അയൺ എടുക്കണം, ഇരുമ്പ് എടുക്കണം, ഇരുമ്പ് 2 കൊടുത്താൽ ഇരുമ്പ് സങ്കടപ്പെട്ടൊന്നും കരയൊന്നുമില്ല, ഇരുമ്പിന് വേദനിക്കുമല്ല, ഇരുമ്പ് അത് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുക, ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽസ് ആണ്, അത് മെറ്റീരിയലാണ്, അതിനൊരു കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും അതിനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതേ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിലെല്ലാം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ നമ്മളുടെ ബോഡി ഉണ്ടായിട്ടുള്ളത്, നമ്മളുടെ ബോഡിയിലുള്ള ക്രമീകരണം സംഭവിച്ചിട്ടുള്ളതൊക്കെ ഈ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ കെമിക്കൽസ് സ്വാഭാവികമായിട്ടും കോൺഷ്യസ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഹ്യൂമൻ എനിക്ക് ബോധമുണ്ട്, എനിക്ക് ലൈഫുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പ്രമേസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ പറഞ്ഞ നോൺ കോൺഷ്യസ് ആയിട്ടുള്ള ഈ മെറ്റീരിയലിൽ നിന്ന് ഒരു ലൈഫ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ടാവുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം എന്താ, ഇപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ എടുത്ത് നോക്കുക, ഒരു കെമിക്കൽ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്തൊരു കെമിക്കലാണെന്ന് വിചാരിച്ചു, കയ്യിൽ കെമിക്കൽ ഉണ്ട് വിചാരിച്ചു. ഈ കെമിക്കലിന് കോൺഷ്യസ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. മനസ്സിലായോ? അതായത് ഇതിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ആ ഒരു പരിധി നമ്മൾ കൺസിഡർ ചെയ്യാം. കെമിക്കലാണ്, ഓക്കെ, പക്ഷേ കോൺഷ്യസ്നെസ്സിൻ്റെ ഇതിൻ്റെ ഇത് തുടങ്ങിയിട്ടില്ല, ഈ കെമിക്കലിൽ കോൺഷ്യസ്നെസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുവരെ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ അവസ്ഥ 0 ആണ്. ഓക്കെ, ഇത് കുറച്ച് കൂടി ചേർന്നിട്ട് ഒരു ഹ്യൂമൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡോൾഫിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡോഗായിട്ടൊക്കെ മാറി. അപ്പോൾ ഈ സംഭവത്തിന് പിന്നീട് കോൺഷ്യസ്നെസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കോൺഷ്യസ്നെസ്സിന് തുടക്കം ഇവിടെ വരുന്നുണ്ട്. ഈ കോൺഷ്യസ്നെസ് ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ലതാനും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് പിറകിൽ എന്തായാലും ഒരു കോൺഷ്യസ്നെസ് ഉള്ള എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത വസ്തുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കോൺഷ്യസ്നെസ് ഇതിന് കിട്ടണം, കെമിക്കലിന് കിട്ടണമെങ്കിൽ, എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ
എണ്ണ ഉണ്ടാക്കിയതും ഒരു പാറ ഉണ്ടാക്കിയതും എണ്ണ ഉണ്ടാക്കിയതൊക്കെ സെയിം കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ഒരു കോൺഷ്യസ്നെസ്, എനിക്ക് ബോധം വരണം, അല്ലെങ്കിൽ എനിക്ക് അതിൽ ജീവൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഇടപെടൽ ആവശ്യമാണ്. ആ കോൺഷ്യസ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഇൻ്റലിജൻറ്റിൻ്റെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള അതിന് കാപ്പബിൾ ആയിട്ടുള്ള ഒന്നിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ്. അത് വളരെ വളരെ ബേസിക് ആയിട്ട് ഇത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് തർക്കിച്ചിട്ട് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്ത് കൊടുത്താലും വിശ്വസിക്കില്ല, സമ്മതിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കാൻ തയ്യാറാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു വാദമൊന്നുമില്ല, നമുക്കിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ദർ മസ്റ്റ് ബി ഗോഡ് ഓർ ഹയർ പവർ ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ദി ഫിനോമിന ആസ് സംതിങ് കനോട്ട് കം ഫ്രം നത്തിങ്. ഓക്കെ, നത്തിങ് എന്നൊന്നും വരാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് ഒരു ഹയർ പവർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ആർഗ്യുമെന്റിൽ നമ്മൾ പേര് പറയുന്നത് ഒരു ക്ലാസിക് ആർഗ്യുമെന്റ് ആണ്. മുമ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്ന ആർഗ്യുമെന്റ് തന്നെ, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർഗ്യുമെന്റ് തന്നെയാണത്. ഇത് നമ്മളെ കോൺഷ്യസ്നെസ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ലൈഫ് ആർഗ്യുമെന്റ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ചില കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക, എന്തിന് പറഞ്ഞത് കൊളാക്കണം, ഈ പറഞ്ഞ സാധനം നമുക്ക് ഇങ്ങനെ കൊളാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് നമുക്ക് നമുക്ക് നോക്കാം, ചെറുതായിട്ട് ഓരോന്നോരും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എമർജൻസ് എന്നാണ്. എമർജൻസ് അതായത് സം ആർഗ്യൂ ദാറ്റ് കോൺഷ്യസ്നെസ് അറൈസ് ഫ്രം ദി കോംപ്ലക്സ് ഇൻട്രാക്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് കെമിക്കൽ കമ്പോണൻസ് വിത്തൗട്ട് റിക്വയറിംഗ് ആൻഡ് നോൺ ഫിസിക്കൽ എൻറ്റിറ്റി. ഓക്കെ, വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ കോൺഷ്യസ്നെസ് കെമിക്കൽ റിയാക്ഷൻ പോലെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ വാട്ടർ ഉണ്ടാവും, അത് റിസൾട്ടാണ്. അങ്ങനെ കെമിക്കൽസ് കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു സംഭവം മാത്രമാണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരു ഇടപെടലിൻ്റെ ആവശ്യമൊന്നുമില്ല, അതങ്ങനെ ഉണ്ടാവും. അത് കെമിക്കൽ റിയാക്ഷൻ ഭാഗമായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് തള്ളിക്കളയുന്ന വിഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് പറയാനുള്ള സംഭവം എന്താണെന്ന് അറിയോ? ഇത് വളരെ സിമ്പിളായി പറയുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ കോൺഷ്യസ്നെസ് നിങ്ങൾ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് എംപിരിക്കലി തെളിയിച്ചു തരണം എന്നുള്ളതാണ്. വളരെ കൃത്യമായി പറയും, എംപിരിക്കലി തെളിയിച്ചു തരണം. അതിന് കാരണം ഒന്ന് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ പറയാണ് ചില കെമിക്കൽസിൻ്റെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കോൺഷ്യസ്നെസ് ലൈഫൊക്കെ ഉണ്ടാവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എംപിരിക്കലി തെളിയിച്ചു തരേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന വെള്ളം ഉണ്ടാവും എന്നൊരാൾ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ ഒരു കെമിക്കൽ ഫോർമുല നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരണം. ഓക്കെ, അതേപോലെ തന്നെ ലൈഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ സാധ്യമായിട്ടുള്ള കെമിക്കൽ ആറ്റംസിന്റെ കൂടിച്ചേരൽ എങ്ങനെയാണ്, അതിന്റെ ഫോർമുല എന്താണെന്നുള്ളത്, കെമിക്കൽ ഫോർമുല എന്താണെന്നുള്ളത് കാണിച്ചു തരണം എന്ന് മാത്രമല്ല തെളിയിച്ചു തരണം, ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരണം. ഇവരെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ റിയാക്ഷൻ വഴി കെമിക്കൽസ് കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന റിസൾട്ട് മാത്രമാണ് ഈ പറഞ്ഞ കോൺഷ്യസ്നെസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് കാണിച്ചു തരേണ്ട ഒരു ബാധ്യതയാണ്. അവർക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഉത്തരം. മനസ്സിലായത്? അവരെ കൊണ്ട് ഈ പറച്ചിൽ കഥ പറയാ എന്നുള്ളതല്ലാതെ ഈ സാധനം കെമിക്കൽ റിയാക്ഷൻ വഴി കോൺഷ്യസ്നെസ് ഉണ്ടാക്കി കാണിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇതിലെ കെമിക്കൽസ് എ ബി സി എന്നൊരു 5 കെമിക്കൽ, സി ഡി ഒരു 10 കെമിക്കൽ കൂട്ടിച്ചേർത്ത് ഇന്ന റേഷ്യോയിൽ കൂട്ടിച്ചേർത്ത് അതിന് വേറെ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ പ്രഷറിലേക്ക് കൊടുത്ത് അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ച് റിസൾട്ട് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ഉണ്ടാക്കി തരാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. ഓക്കെ, അത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു വാദം അവർ പറയാം നാച്ചുറലിസം എന്നവർ പറയാറുള്ളത്. അതായത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നടക്കുന്നതല്ലേ, ഇതിനിപ്പോൾ വലിയ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഒരു മെക്കാനിസം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ദൈവമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നാച്ചുറലിസം പറഞ്ഞ് ഇതിനെ കൗണ്ടർ ചെയ്യാൻ നോക്കിയാൽ ഏത്തിയസം പ്രൂവ് ആവില്ലെന്ന് അർത്ഥം. ഫസ്റ്റ് പറഞ്ഞ പ്രോബ്ലം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ അവിടെയും എന്ത് പ്രൂവ് ചെയ്യുക, അവിടെ ഏത്തിയസം പ്രൂവ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ് പ്രൂവ് ചെയ്യണമെന്ന് അവർക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ലൈഫോ കോൺഷ്യസ്നസ് ഉണ്ടാക്കി കാണിച്ചു തരണം, ലാബിലുണ്ടാക്കി കാണിച്ചു തരണം. അത് പോസിബിൾ അല്ല. ഇനി രണ്ടാമത്തെ വാദം എന്ന് പറഞ്ഞാൽ നാച്ചുറലിസം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവർ നാച്ചുറൽ പ്രോസസ്സ് വഴി സാധാരണ ഉണ്ടാകുന്ന പ്രകൃതിയിലുള്ള സംഭവമാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഒരു ദൈവം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ദൈവത്തിന് വേണമെങ്കിൽ നേച്ചറിൽ പ്രകൃതിയിൽ ഒരുപാട് മെക്കാനിസം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ഘട്ടങ്ങൾ ചേർന്നിട്ടാണ് ശേഷമാണ് നമ്മൾ മനുഷ്യനായിട്ട് പുറത്തോട്ട് വരുന്നതും
നമ്മൾ വളരുന്നതും നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് അതിനൊരു ഡിസൈനർ ഇല്ല, അതിനൊരു ഇൻ്റലിജൻറ്റ് ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന് കാരണമായിട്ട് മാറില്ല. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിലോസഫർ ഡേവിഡ് ചാൽമേഴ്സ് എന്ന് പറഞ്ഞ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സമ്മതിച്ചു വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത് എക്സ്റ്റേണൽ ഇടപെടൽ മൂലമാണെന്ന് ഒരു സമ്മതിച്ച് തന്നാൽ പോലും അവിടെ പ്രശ്നം നമ്മുടെ തലയ്ക്ക് വീണ്ടും വരും. വിശ്വാസികളുടെ തലയ്ക്ക് വീണ്ടും പ്രശ്നം വരും. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശ്വാസികളെ എക്സ്പ്ലെയിൻ ചെയ്തു തരണം എങ്ങനെയാണ് ദൈവം ഈ കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനുമായിട്ട് വർക്ക് ചെയ്യുന്നത്, ഗോഡ് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനുമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കവിടെ പറയാനുള്ളത് ഇതും എന്ത് ചെയ്യില്ല, ഏത്തിയസ്തിനെ പ്രൂവ് ചെയ്യുന്നില്ല. അതിന് പറയാൻ കാരണം അതിൻ്റെ ഒരു മെക്കാനിസം. ഇപ്പോൾ ദൈവം നമ്മളോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ദൈവം ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും ലോജിക്കലി നമ്മൾ സ്വീകരിക്കുന്ന ഒരു വാദമേ അല്ല അത്. ഈ മൂന്ന് ആർഗ്യുമെൻറ്റും സത്യം പറഞ്ഞ കൗണ്ടർ ആർഗ്യുമെൻറ്റും ഒരു ബ്ലണ്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊരു വലിയ വിലയൊന്നുമില്ല. ഈ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ ചോദ്യം പോലെയൊക്കെ ഫീൽ ചെയ്യണം. കാരണം എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ ചോദ്യം പോലെ ഇവർ തെളിയിക്കേണ്ടത് എന്താ? ഓക്കെ, ഇന്ന ഒരു സംഭവത്തിനെ ഞങ്ങൾ ഇങ്ങനെ കൗണ്ടർ ചെയ്തു. അങ്ങനെ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത്തിസം പ്രൂവായി, അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന അവസ്ഥ പ്രൂവായി. അത് വരെ കൊണ്ട് സാധിക്കില്ല. ഈ മൂന്ന് ആർഗ്യുമെന്റ് വരെ കൊണ്ട് സാധിക്കില്ല. ഒന്നാമത്തെ ആർഗ്യുമെന്റ് പറഞ്ഞ എമർജൻസി എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആയാലും, രണ്ടാമത്തെ നാച്ചുറലിസം എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആയാലും, മൂന്നാമത്തെ ഇതിന് പ്രോബ്ലംസും ഉണ്ട് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആയാലും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാനുണ്ട്. ഇപ്പോൾ ദൈവം നമ്മളെ ബ്രെയിനുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും ദൈവം ഇല്ല എന്നതിൻ്റെ ഒരു ഇതല്ല. അതായത് ഇപ്പോൾ ഒരാൾക്ക് അറിയില്ല, ഒരാൾക്ക് ഇപ്പോൾ ദൈവം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് അയാൾക്ക് സാധനം അറിയില്ല എന്ന് അർത്ഥമുള്ളൂ, അല്ല ദൈവം ഇല്ല എന്ന് അർത്ഥം വരില്ല. ദൈവം ഇല്ല എന്ന് തെളിയിക്കണമെന്നുണ്ട് ദൈവം ഇല്ല എന്ന രീതിയിൽ തന്നെ കൗണ്ടർ ചെയ്യണം. അത് ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഞാൻ ഈ ഒരു 3 പോയിന്റ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ കൗണ്ടർ ആർഗ്യുമെന്റ്സ് നോക്കിയിട്ട് ഞാൻ അതുകൂടി ഒന്ന് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.